പൊന്നാനിയിലെ സ്വർണ്ണക്കവർച്ച കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. പോലീസിന്റെ അതിവിദഗ്ധമായ അന്വേഷണത്തിലൂടെയാണ് ഒരു സംഭവത്തിൽ ഇപ്പോൾ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPS എനിക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, എങ്ങനെയായിരുന്നു ഈ പ്രതികളിലേക്ക് എത്തിയത്? ഈ ഒരു സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഈ കേസിൻ്റെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കേസിൻ്റെ ഒരു ഒന്നാം ഘട്ട അന്വേഷണം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള സുഹൈൽ എന്ന് പറഞ്ഞ ഒരു ഹാർഡ് കോർ തീഫ്, അയാൾ കൺഫസ് ചെയ്തിട്ടുണ്ട്. അയാളുടെ ഭാഗത്തു നിന്നുള്ള റിക്കവറി പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അക്കംപ്ലിസ് ആയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, എന്നാൽ നേരിട്ട് ഓപ്പറേഷനിൽ നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയാത്തൊരു നാസർ, ഇതുകൂടാതെ സ്വർണം വിൽപ്പന എടുത്ത ബൗണ്ടി വിൽക്കാനായിട്ട് സഹായിച്ച ഒരു മനോജ്, ഈ 3 പേരാണ് ഇന്നിപ്പോൾ നമ്മൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത്. ഇതൊരിക്കലും ഒരു കേസിൻ്റെ പരിപൂർണതയിൽ എത്തിയിട്ടുള്ള കാര്യമല്ല. കാരണം റിക്കവറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 1/3 ഞങ്ങളുടെ കണക്ക് പ്രകാരമുള്ളത്. അതിൻ്റെ ലീഗൽ പ്രൊസീഡിങ്സ് നമുക്ക് മനസ്സിലാവുന്ന അതാണുള്ളത്. അപ്പോൾ ഇനി അതിനകത്ത് വർക്കുണ്ട്. ഇതിൽ കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആണോ, വേറെ വ്യക്തികൾ ആരെങ്കിലും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ. എൻ്റെ അന്വേഷണ ടീമുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ റിവീൽ ആവുന്ന മുറയ്ക്ക് ഞങ്ങൾ അറിയിക്കാം. സാർ, എത്രയധികം സ്വർണ്ണമായിരുന്നു നഷ്ടപ്പെട്ടിരുന്നത്, കവർച്ച ചെയ്യപ്പെട്ടിരുന്നത്? ഇപ്പോൾ കണ്ടെടുത്തത് എത്രയാണ്? 1/3 ഇപ്പോൾ ഏതാണ്ടൊരു 1 കിലോയിൽ പ്ലസ് ഉള്ളതാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്ന. അത് നമുക്ക് സൂചനകളാണതല്ല, അത്രയും നമ്മൾ കണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളത്. അത് നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് അത് പോയി കണ്ടെടുക്കണം എന്നുള്ളതാണ് അടുത്ത പടി. അപ്പോൾ അതവരെ കസ്റ്റഡിയിൽ എടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പണവും വാഹനങ്ങളും മറ്റുമൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള എന്ന് നമ്മൾ സംശയിക്കുന്ന ആസ്പെക്ട്സ് കൂടി ഇതിൻ്റെ കേസിലേക്ക് എടുക്കുന്നുണ്ട്. ഏതാണ്ട് 3 കിലോയിലധികം എന്നുള്ളതാണ് നമുക്ക് ഉള്ളത്. അതിൻ്റെ എക്സാക്റ്റ് കണക്കുകൾ ഡീറ്റെയിൽസിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് കേസിൻ്റെ ഒരു ഘട്ടം മാത്രമാണ്. ഈ റിക്കവറിയോടുകൂടി കേസിൻ്റെ ഒരു മേജർ ഘട്ടം, അതിൻ്റെ ഡിറ്റക്ഷൻ പാർട്ട് ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ മറ്റ് അന്വേഷണത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികളിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു പദ്ധതി? ഇത് ദിവസങ്ങളോളം പ്ലാൻ ചെയ്ത് നടത്തിയതാണ്? ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? മുൻപ് കേസുകളിലൊക്കെ അകപ്പെട്ടിരുന്ന ആളുകളാണ്. സുഹൈൽ എന്ന് പറയുന്നത് 50-ലധികം കേസുകൾ, അത് കൂടുതലും മോഷണ കേസുകൾ തന്നെയാണ്. ഭവനഭേദനമാണ് അദ്ദേഹത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡി. അത്തരത്തിലുള്ള നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള സുഹൈലിൻ്റെ നേതൃത്വത്തിൽ നാസർ എന്ന് പറയുന്ന നാസറിനും കള്ളനോട്ട് കേസും മറ്റുമൊക്കെ ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളൊരു വ്യക്തിയാണ്. മനോജിന് കാര്യമായിട്ടുള്ളൊരു ക്രൈം ഹിസ്റ്ററി നമുക്ക് സോഫാർ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ ഇവിടുത്തുകാരനല്ല, അയാൾ പാലക്കാട്ടുകാരനാണ്. സുഹൈലിന് തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട് ഈ 3 ജില്ലകളിലും അനവധി കേസുകൾ, റെഗുലറായിട്ട് മോഷണ കേസുകൾ ഉൾപ്പെട്ടാണ്. പക്ഷേ ഇത്ര വലിയൊരു കേസ് എനിക്ക് തോന്നുന്നു ഇൻവോൾവ് ആവുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവരുടെ പ്ലാനിങ് ഉണ്ടായിരുന്നു. സുഹൈലിൻ്റെ വീട് എന്ന് പറയുന്ന പൊന്നാനിയിൽ വിക്ടിമിൻ്റെ വീടിനെ കുറച്ച് മാറിയിട്ടൊക്കെ തന്നെയാണുള്ളത്. അപ്പം ദേ ന്യൂ ദാറ്റ് ഇതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത്. അങ്ങനെ അത് വർക്കൗട്ട് ചെയ്ത് തന്നെയുമല്ല, പ്രവാസിയായിട്ടുള്ളൊരു വ്യക്തിയാണ്, വീട്ടിലാളില്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ ചെയ്തിരിക്കുന്ന ഓപ്പറേഷനായിട്ടാണ് സോഫാർ മനസ്സിലാവുക. ഈ ആദ്യത്തെ ഹിന്ദി ലഭിച്ചത് എങ്ങനെയായിരുന്നു? CCTV ദൃശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നോ? അല്ല, ആദ്യഘട്ടത്തിൽ നമുക്ക് CCTVയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ അന്വേഷണത്തിൽ നിന്നോ കാര്യമായിട്ടുള്ളൊരു ലീഡിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടായിരുന്നില്ല. സൂചനകൾ ഇയാളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ക്രിമിനൽസിനെ വെരിഫൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇയാളെ വെരിഫൈ ചെയ്യുന്നതിന് ശേഷവും മോഷണ കേസിൽ ഇയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്നുള്ളത് നമ്മളുടെ ഒരു മോഡസ് വ്യത്യസ്തമായിരുന്നു. കാരണം ഒരു ഷാഡോയിങ് മോഡിലാണ് കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് പുറമേ ഉള്ള ഒരു അന്വേഷണത്തിൻ്റെയും ഒരു ലാഞ്ചിനെയും കാണിക്കാതെ അണ്ടർഗ്രൗണ്ടിലുള്ള അവരുടെ വാച്ചിങ്, അതിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു തർക്കത്തിനേക്കുള്ള സൂചനയും അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വർക്കൗട്ട് ചെയ്തെടുത്താണ് ഇവരുടെ റോൾ. അപ്പോൾ പിന്നെ പല കോൺട്രഡിക്ഷൻസ് ഇവരുടെ മൊഴികളിൽ കണ്ടപ്പോൾ വിശദമായിട്ട് ചോദ്യം ചെയ്തതിൽ കൺഫസ് ചെയ്യും. സംഭവത്തിന് തൊട്ട് പിന്നാലെ പോലീസിൻ്റെ കൃത്യമായ ഒരു ഒബ്സർവേഷൻ ഇക്കാര്യത്തിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു അന്വേഷണം? അതിനുവേണ്ടി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു. അങ്ങയുടെ നേതൃത്വത്തിൽ എങ്ങനെയായിരുന്നു അന്വേഷണമൊക്കെ തന്നെ പൂർത്തിയായി? വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു അന്വേഷണ ടീം ഉണ്ടായിരുന്നു. ഞാൻ വന്ന് ചാർജ് എടുക്കുമ്പോൾ ഈ വ്യക്തി എന്നെ വന്ന് കണ്ടിരുന്നു. ഒരാവർത്തിയല്ല, 1-ലധികം ആവർത്തി ഞാനുമായിട്ട് ചേംബറിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് തിരൂർ DYSP, പിന്നെ ഇപ്പോഴത്തെ പൊന്നാനി CI, പിന്നെ പഴയ ടീമിലുള്ളവരാണ് ഇവരെല്ലാവരും തന്നെ. അപ്പോൾ ഇവരെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു ഫ്രഷ് ടീം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഒരു ഫ്രഷ് തോട്ടിൻ്റെ കാര്യവും മറ്റൊന്ന് കേസിനെ കുറിച്ച് ആഴത്തിലുള്ള അറിവും, ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ അപ്പോൾ അതിനൊരു പുതിയ ഊർജ്ജം ഉണ്ടായി എന്നുള്ളതാണ് പറയാനായിട്ട്.
വളരെയധികം സ്വർണ്ണത്തിൽ കുറച്ചുകൂടെ കണ്ടെടുക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഇവരിത് എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? വിൽപ്പന നടത്തിയതാണോ അല്ലെങ്കിൽ അതിനായിരുന്നു ശ്രമം. വിൽപ്പനയുടെ നടപടികളിലാണ് നമ്മളിപ്പം റിക്കവറി ലീഗൽ പ്രൊസീഡിംഗ് ആയതുകൊണ്ട് ഇപ്പോൾ അത് റിവീൽ ചെയ്യാൻ പറ്റില്ല അതെങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷേ സൂചനകൾ അങ്ങനെ തന്നെയാണ്. എന്തായാലും പോലീസിന്റെ വിദഗ്ധമായ തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെയുള്ള ഒരു അന്വേഷണത്തിലൊടുവിലാണ് ഈ ഒരു സംഭവത്തിൽ പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വിശദീകരണം റിപ്പോർട്ടർ ചാനലിനോട് നടത്തിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷെഫീഖ് കറുളായ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.